കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയായ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും. കവിഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ദിവസങ്ങളിൽ നമ്മുടെ മിഷൻ മന്ത്സ് ആണല്ലോ. നമ്മുടെ ഈ TV പ്രോഗ്രാമിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതിലൂടെ അനേകരെ കർത്താവ് വിടുവിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല, നിങ്ങളും നമ്മൾ ചേർന്നായി മിനിസ്ട്രി ചെയ്യുന്നത്. നമ്മുടെ ക്യാമറാസ്, നമ്മുടെ സ്റ്റുഡിയോ, ഈ നമ്മുടെ പ്രോഗ്രാം ഓരോരുത്തർ സ്പോൺസർ ചെയ്യുമ്പോൾ അതങ്ങനെ നടക്കുന്നെങ്കിൽ നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ് വളരെ വലിയൊരു ആവശ്യമാണ്. അതിനുവേണ്ടി ആണല്ലോ ഇത്തവണ 5 വർഷത്തിന് ശേഷം നമ്മളൊരു മിഷൻ മന്ത്സ് ഈ മാസങ്ങളിൽ ജൂലൈ കൊണ്ടത് അവസാനിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന എന്തോ നമുക്ക് ഈ TV പ്രോഗ്രാമിൻ്റെ കാര്യത്തിന് വേണ്ടി കരങ്ങൾ നീട്ടാം. അതിന് മിഷൻ മന്ത്സിന് വേണ്ടിയുള്ള പ്രത്യേക നമ്പറിൽ നിങ്ങൾ വിളിക്കണം. അതിനുള്ള എങ്ങനെ അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. തുടർന്ന് നമ്മൾ തങ്കു ബ്രദർ വാർത്തായിൽ ചെയ്ത ഒരു സന്ദേശമാണ് കേൾക്കാൻ പോകുന്നത്. യേശു ക്രിസ്തു നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലേക്ക് കൺവേ ചെയ്തിരിക്കുക, എടുത്തു മാറ്റിയിരിക്കുക. ഇനി രക്ഷിക്കപ്പെട്ടൊരു വ്യക്തി വെളിച്ചത്തിൻ്റെ ഉള്ളിലാണ്. ആ ക്രിസ്തുവിൽ നടന്ന ആ വലിയ പ്രവൃത്തിയെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വാർത്താ മീറ്റിംഗിലേക്ക് പോകാം. The Bible says വേദപുസ്തകം പറയുന്നു, in the book of Colossians കൊലോസ്യ ലേഖനത്തിൽ chapter 1 1-ാം അധ്യായം verse 12, 13 and 14. 12, 13, 14 വാക്യങ്ങൾ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തന്മാരാക്കുകയും നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. Thanks be to God. പിതാവിന് സ്തോത്രം. Number 1, he qualified us. ഒന്നാമതായി അവൻ നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തു. Number 2, he delivered us. രണ്ടാമതായി അവൻ നമ്മെ വിടുവിച്ചു. Number 3, he conveyed us. മൂന്നാമതായി അവൻ നമ്മെ പുത്രനെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്തു. Jesus, he conveyed us. യേശു നമ്മെ രൂപാന്തരപ്പെടുത്തി. Hallelujah. ഹല്ലേലൂയ. Number 1, he qualified us. ഒന്നാമതായി അവൻ നമ്മെ യോഗ്യതയുള്ളവരാക്കി We were തീർത്തു. not qualified to say God is our father. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ നാം യോഗ്യതയുള്ളവരായിരുന്നില്ല. And no religion could ever show us God. ദൈവത്തെ കാണിച്ചു തരുവാൻ ഒരു മതത്തിനും The സാധ്യമായിരുന്നതുമില്ല. Bible says no one ever saw God. വേദപുസ്തകം പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും Moses കണ്ടിട്ടില്ല. said this might be God. മോശ പറഞ്ഞു ഇത് ദൈവമായിരിക്കാം. Because Moses taught many things, people think that it was from God. ജനങ്ങൾ വിശ്വസിച്ചു മോശ പഠിപ്പിച്ചതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതായിരുന്നു എന്ന്. नहीं, मोशे बहुत कुछ लिखा है तो परमेश्वर से होगा वो समझे थे. Hallelujah. Hallelujah. One day the Pharisees came to Jesus ഒരു ദിവസം പരീശന്മാർ യേശുവിന്റെ അടുക്കൽ and വന്ന് looked at Jesus യേശുവിനെ നോക്കിക്കൊണ്ട് and said, Jesus, ഇപ്രകാരം പറഞ്ഞു, can we divorce our wife? ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചു. Jesus was surprised. യേശു വളരെ Hey, ആശ്ചര്യമുള്ളവരായി what are you തീർന്നു. saying? എന്താണ് നിങ്ങൾ പറയുന്നത്? No, can we divorce our wife? ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? Jesus said no. യേശു പറഞ്ഞു ഒരിക്കലുമില്ല, No, we cannot do it. നിങ്ങൾക്ക് ചെയ്യുവാൻ സാധ്യമല്ല. Then they said, അവർ ഇപ്രകാരം പറഞ്ഞു, but Moses has said you can divorce. എന്നാൽ മോശ പറഞ്ഞിട്ടുണ്ടല്ലോ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന്. Matthew 19 verse 2 and 3 and 4 the Bible says, മത്തായി 19, 2, 3, 4 വാക്യങ്ങൾ പറയുന്നു. Jesus said, യേശു പറഞ്ഞു, oh my dear Pharisee, എന്റെ പ്രിയ പരീശന്മാരെ, this is not from us. ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല. Because of the hardness of your heart, Moses allowed it. It was not from God. നിങ്ങളുടെ ഹൃദയത്തിന്റെ കാഠിന്യ നിമിത്തമത്രേ
മോശെ അത് സമ്മതിച്ചത്. എന്നാൽ ആദിയിൽ അങ്ങനെയല്ലായിരുന്നു. Because God said, what God has joined, let no man separate. എന്നാൽ ദൈവം പറയുന്നു, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. I want to tell you tonight in this contest that the foundation of every blessing is family life. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയട്ടെ, എല്ലാ അനുഗ്രഹത്തിന്റെയും അടിസ്ഥാനം കുടുംബജീവിതമാകുന്നു. Have a wonderful family life, your church will grow, business will grow, every area of your life will be wonderful. ഒരു മനോഹരമായ കുടുംബജീവിതത്തിലൂടെ സകല അനുഗ്രഹങ്ങളും സഭയിലും സാമ്പത്തികത്തിലും എല്ലാ നിലകളിലും ഉണ്ടായിരിക്കും. Hallelujah. ഹല്ലേലൂയ. Jesus said, look, this was not from me. യേശു പറഞ്ഞു, ഇത് ദൈവത്തിൽ Making നിന്നുള്ളതല്ല. it very clear that many things that Moses said was not from God. It was for a people who were rebellious against God. മോശ പറഞ്ഞതെല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല, എന്നാലോ അത് ദൈവത്തോട് മറുതലിച്ച ജനങ്ങൾക്കായുള്ള കൽപ്പനയായിരുന്നു. God is a God of love. ദൈവം സ്നേഹത്തിന്റെ ദൈവമാകുന്നു. God is God of unity. ദൈവം ഒരുമയുടെ He ദൈവമാകുന്നു. does not destroy. അവൻ നശിപ്പിക്കുന്നവനല്ല, He does not divide. അവൻ വിഭജിക്കുന്നവനല്ല, He is a God of love. അവൻ സ്നേഹത്തിന്റെ ദൈവമാകുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, for God so loved us, ദൈവം ലോകത്തെ സ്നേഹിച്ചു, He wanted us to come near Him. അവൻ മനുഷ്യനോട് കൂടെ വസിക്കുവാൻ And ആഗ്രഹിച്ചു. so we needed a qualification. അതുകൊണ്ട് നമുക്കൊരു യോഗ്യത ആവശ്യമുണ്ടായിരുന്നു. For example, ഉദാഹരണത്തിനായി, if you go for a job, നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പോയാൽ, go for a job, ഒരു ജോലിക്കായി പോയാൽ it is written minimum qualification B degree. അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മിനിമം യോഗ്യത ഡിഗ്രി. BCom or any degree. ബികോം തുടങ്ങിയ ഏതെങ്കിലും ഒരു ഡിഗ്രി. You are only 10th class pass. നിങ്ങൾക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത മാത്രമേ So ഉള്ളൂ. you are not qualified. അതുകൊണ്ട് താങ്കൾക്ക് ഈ യോഗ്യതയില്ല. But some day you know, എന്നാൽ നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു, the owner of the company is your friend. ആ കമ്പനിയുടെ ഉടമസ്ഥൻ തന്റെ ഒരു സ്നേഹിതനാണെന്ന്. So you talk to him. അതുകൊണ്ട് ആ വ്യക്തിയോട് സംസാരിച്ചു. No problem. ഒരു പ്രശ്നവുമില്ല. You are 10th, but I will give you the job. ഒരുപക്ഷെ നിങ്ങൾ 10ാം ക്ലാസ്സുകാരനായിരിക്കാം, എന്നാലും താങ്കൾക്ക് ജോലി തരാം. So what is happening? എന്താണ് സംഭവിക്കുന്നത്? You are being qualified even though you are not qualified. നിങ്ങൾ യോഗ്യത ഇല്ലാത്തവനായിരുന്നിട്ടും നിങ്ങൾക്ക് യോഗ്യത ലഭിക്കുന്നു. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, Father qualified us. പിതാവ് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തു. God gave commandments. ദൈവം കൽപ്പനകളെ നൽകി. Not for you to say that I can obey it. ഞാൻ അതിനെ നിവർത്തിക്കുമെന്ന് പറയുവാനല്ല. Bible says commandments were given so that I can understand that we cannot stand in the presence of God. വേദപുസ്തകം പറയുന്നു, കൽപ്പന നൽകപ്പെട്ടത് നമുക്ക് ദൈവസ്ഥാനത്തിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയും ഇല്ല എന്ന് തെളിയിക്കുവാൻ അത്രേ. The Bible says വേദപുസ്തകം പറയുന്നു, that God sent his son Jesus. ദൈവം തന്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് The അയച്ചു. day Jesus arrived on this earth, യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ മുതൽ, from that day there was a big question. ആ ദിനം മുതൽ ഒരു വലിയ Who ചോദ്യമുണ്ടായി. are you, Jesus? യേശുവേ, അങ്ങ് ആരാകുന്നു? Oh, he went to the temple. താൻ സിനഗോഗിൽ കടന്നു He ചെന്നു. opened the Bible. താൻ തോറ തുറന്നു. Like every day he opened the Bible, എല്ലാ ദിവസവും തോറ തുറക്കുന്ന പോലെ തന്നെ Old Testament, ആ പഴയ നിയമപുസ്തകങ്ങൾ, and said, the Spirit of the Lord is upon me. താൻ ഇപ്രകാരം പറഞ്ഞു, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. He has anointed me എന്നെ താൻ അഭിഷേകം to ചെയ്തിരിക്കുന്നു, preach the gospel. സുവിശേഷം പ്രസംഗിക്കുവാൻ. And all were listening to him. സകലരും വളരെ ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. He closed the book. താൻ ആ പുസ്തകത്തെ അടച്ചു. And then he said, അതിനുശേഷം താൻ ഇപ്രകാരം Today, പറഞ്ഞു, ഇന്ന് this verse has come alive. ഈ വചനത്തിന് നിവർത്തി വന്നു. Hallelujah. ഹല്ലേലൂയ. People said, who is he? ജനം പറഞ്ഞു, ഇവൻ ആര്? Oh, many people were following him. അനേകർ അവനെ പിൻഗമിച്ചു. They didn't know who he was. താൻ ആരായിരുന്നുവെന്ന് But they അവർക്കറിയില്ലായിരുന്നു. wanted to know who he was. എന്നാൽ ആരാണെന്ന് അവർക്കറിയണമായിരുന്നു. Oh, even today my question is, who is Jesus? എന്നാൽ ഇന്നത്തെ ചോദ്യം, ആരാണ് യേശു? Hallelujah. ഹല്ലേലൂയ. Many people want to know who Jesus is. അനേകർക്ക് അറിയണം യേശു ആരാണെന്ന്. One day, ഒരിക്കൽ when crowds are following with Jesus, യേശുവിന് പിന്നാലെ വലിയ പുരുഷാരം Jesus അനുഗമിക്കുമ്പോൾ, was the superstar in his time. യേശു ആ സമയത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു. Hallelujah. ഹല്ലേലൂയ. Thousands are following him. അനേകർ ആയിരങ്ങൾ യേശുവിനെ പിൻഗമിച്ചു. People thought he will overthrow the government അനേകർ ചിന്തിച്ചു, ഈ ഭരണകൂടത്തെ യേശു മറിച്ചു and കളയുമെന്ന്. he is going to form a new government. താൻ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കുമെന്ന്. So the Pharisees came to Jesus അതുകൊണ്ട് പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് and gave him a coin. തനിക്കൊരു
നാണയത്തെ നൽകി and said, ഇപ്രകാരം പറഞ്ഞു, Jesus, യേശുവേ, whom should we pay taxes? ആർക്കാണ് ഞങ്ങൾ കരം Oh, കൊടുക്കേണ്ടത്? they expected an answer. അവർ ഒരു ഉത്തരം ഇപ്രകാരം ആഗ്രഹിച്ചു, Pay to me. എനിക്ക് നൽകുക. Oh, he did not say like that. താൻ ഇപ്രകാരം പറഞ്ഞില്ല. He took the coin. താൻ ആ നാണയം എടുത്ത്, He said, whose image is this? ആരുടെ സ്വരൂപം മേലെഴുത്തും ഇതിന് മേലുണ്ട്? Caesar's. കൈസറുടേത്. Give the tax to him. അവന് തന്നെ കൊടുക്കുക. Jesus said, യേശു ഇപ്രകാരം I have പറഞ്ഞു, not come to establish a kingdom on the earth. ഈ ഭൂമിയിൽ ഒരു രാജ്യം സ്ഥാപിക്കുവാനല്ല My ഞാൻ kingdom is വന്നിരിക്കുന്നത്. inside you. എന്റെ രാജ്യം നിങ്ങളുടെ Hallelujah. ഹല്ലേലൂയ. They could not understand him. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ They were സാധ്യമല്ല. after അവർ Jesus. യേശുവിന്റെ പിന്നാലെയായിരുന്നു. Even the disciples, യേശുവിന്റെ ശിഷ്യന്മാർ പോലും he did not know who Jesus was. യേശു ആരായിരുന്നുവെന്ന് അവർ They saw him തിരിച്ചറിഞ്ഞില്ല. as a next king. അവർ ചിന്തിച്ചത് അടുത്ത രാജാവെന്നാണ്. They were thinking he will become king. അവനൊരു രാജാവാകുമെന്ന് പ്രതീക്ഷിച്ചു. One day they were going in the boat. ഒരു ദിവസം അവർ പടകിൽ യാത്ര And big ചെയ്യുമ്പോൾ storm came. വലിയ കൊടുങ്കാറ്റടിച്ചു. And Jesus said, യേശു ഇപ്രകാരം പറഞ്ഞു, be still. അടങ്ങുക. Storm, stand still. കൊടുങ്കാറ്റെ അടങ്ങുക. Disciples said, യേശുവിന്റെ ശിഷ്യന്മാർ പറഞ്ഞു, who is he? ഇവൻ ആരാകുന്നു? Who is he? ഇവൻ ആരാകുന്നു? Who is he? ഇവൻ ആരാകുന്നു? Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Who is Jesus Christ? യേശു ആരാകുന്നു? Why did he come to this earth? എന്തിന് ഈ ഭൂമിയിൽ താൻ വന്നു? Oh, because ആ കാരണം the Bible says, വേദപുസ്തകം and പറയുന്നു, by his works അവന്റെ പ്രവർത്തികളാൽ we came to understand നാം തിരിച്ചറിയുകയാണ്, Jesus is the Son of the living God. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാകുന്നു. His actions, his word displayed who he was. അവന്റെ വാക്കുകളും അവന്റെ പ്രവർത്തനങ്ങളും അവൻ ആരാകുന്നു എന്ന് He വെളിപ്പെടുത്തി. is Son of God. അവൻ ദൈവത്തിന്റെ പുത്രനാകുന്നു. Some called him prophet, some called him Elia, some called him Elisha, but for some it was revealed he is the Son of God. ചിലർക്ക് അവനൊരു പ്രവാചകനായിരുന്നു, ചിലർക്ക് ഏലിയാവോ എലീശയോ ആയിരുന്നു, എന്നാൽ ചിലർക്ക് വെളിപ്പെട്ടു അവൻ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവെന്ന്. Hallelujah. ഹല്ലേലൂയ. സന്ദേശം തുടരുകയാണ്. ഈ ദിവസങ്ങളിൽ കർത്താവിൽ അനുവദിച്ച് UK-ൽ, അയർലൻഡിൽ, ജർമ്മനിയിൽ ശുശ്രൂഷ നടക്കുന്നു. കൂടാതെ ജൂൺ മാസത്തിൻ്റെ ഒടുവിലത്തെ 2 ആഴ്ചകൾ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ദൈവഹിതമായാൽ ഞാൻ ശുശ്രൂഷയിലുണ്ട്. നിങ്ങളേവരും പ്രാർത്ഥിക്കണം. ആ ദേശത്തൊരു വലിയ ഉണർവ് നടക്കുവാൻ, അനേർക്ക് വിടുതലാകാൻ പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ആ ദേശങ്ങളുള്ളവർ, ആ മീറ്റിങ്ങുകൾ വരാൻ കഴിയുന്നവർ കടന്നു വരിക. ഈ TV പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കും. തോമസ് ഊട്ടി ബ്രദർ UK-ൽ ശുശ്രൂഷിക്കുന്നു. കേംബ്രിഡ്ജ് ജൂൺ 5 വെള്ളി വൈകിട്ട് 6 മണിക്ക്. സ്റ്റെയിൻസ് ജൂൺ 6 ശനി രാവിലെ 10-ന്. വെസ്റ്റ് ക്രോയ്ഡോൺ ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. ബർമിംഗ്ഹാം ജൂൺ 7 ഞായർ രാവിലെ 10-നും ഉച്ചതിരിഞ്ഞ് 2-നും. ബോസ്റ്റൺ ജൂൺ 7 ഞായർ വൈകിട്ട് 5 മണിക്ക്. ബെൽഫാസ്റ്റ് ജൂൺ 12 വെള്ളി വൈകിട്ട് 6-ന്. മദർവെൽ ഗ്ലാസ്ഗോ ജൂൺ 14 ഞായർ. തോമസ് കുട്ടി ബ്രദർ അയർലൻഡിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 13 ശനി. ഡബ്ലിൻ. കൂടുതൽ വിവരങ്ങൾക്കായി ഈ നമ്പറിൽ വിളിക്കുക. തോമസ് കുട്ടി ബ്രദർ ജൂൺ 16 ജർമ്മനിയിൽ ശുശ്രൂഷിക്കുന്നു. തോമസ് കുട്ടി ബ്രദർ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 19 വെള്ളി. ശുശ്രൂഷകൾ വൈകിട്ട് 7 മുതൽ 9 വരെ. യോങ്കേഴ്സ് ജൂൺ 20 ശനി വൈകിട്ട് 7 മുതൽ 9 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ് ജൂൺ 21 ഞായർ രാവിലെ 9:30 മുതൽ 12:30 വരെ. കേരള സെൻറ്റർ എൽമോണ്ട് ക്യൂൻസ്. എമിലി ഫിഷ് വെബ്സൈറ്റിലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ലഭ്യമായിരിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദേശങ്ങളിലുള്ളവരെ വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വീണ്ടും സന്ദേശത്തിലേക്ക് പോകാം. What did Jesus do? യേശു എന്താണ് ചെയ്തത്? The Bible says വേദപുസ്തകം പറയുന്നു, God had an enmity towards man. God was against man because of sin. ദൈവത്തിന് മനുഷ്യനോട് പാപമുഖാന്തരമായി ശത്രുത്വം It was ഉണ്ടായിരുന്നു. not against, but God could not do anything to help man. മനുഷ്യനോട് ശത്രുത്വമല്ലായിരുന്നു, മനുഷ്യനോട് അടുത്തു വരാൻ സാധ്യമല്ലായിരുന്നു. The Bible says വേദപുസ്തകം പറയുന്നു, God is not deaf that he cannot hear. ദൈവത്തിന് കേൾക്കുവാൻ കഴിയാതെ വണ്ണം ദൈവം God ബധിരനല്ല. is not unable that his hand is very short. തന്റെ കരം കുറുകി പോയിട്ടുമില്ല. But sin separated man and God. എന്നാൽ പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്നും അകറ്റി. Oh, that is the place where religion came. ആ സാഹചര്യത്തിലായിരുന്നു മതം കടന്നു വന്നത്.
religion came മതം വന്നിട്ട് and said, ഇപ്രകാരം പറഞ്ഞു, I will show you God. ഞാൻ ദൈവത്തെ കാണിച്ചു തരാം. That is the middle of God and man. Many people came. അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യന്റെ മധ്യത്തിൽ അനേകർ വന്നു. John the Baptist also came. യോഹന്നാൻ സ്നാപകൻ വന്നിട്ട്, Moses came. മോശയും വന്നു. All talked about God, സകലരും ദൈവത്തെ കുറിച്ച് but സംസാരിച്ചു. they never saw God. എന്നാൽ ആരും ദൈവത്തെ കണ്ടില്ല. Oh, many people came and said, we will show you God. അനേകർ വന്നിട്ട് പറഞ്ഞു, ദൈവത്തെ ഞങ്ങൾ കാണിച്ചു തരാം. They themselves had never seen God. അവർ തന്നെയും ദൈവത്തെ കണ്ടിരുന്നില്ല. One day Moses said, I want to see you. ഒരിക്കൽ മോശ പറഞ്ഞു, എനിക്ക് ദൈവത്തെ കാണണം. God said, the day you see me, you will die. The glory is so much. ദൈവം പറഞ്ഞു, എന്നെ കാണുന്ന മാത്രയിൽ നീ മരിക്കും, കാരണം അത്രമാത്രം തേജസ്വരൂപനാകുന്നു താൻ. Hallelujah. So you go and stand in the rock, then you can see me from my back. അതുകൊണ്ട് പാറയുടെ പിളർപ്പിലിരുന്നു കൊണ്ട് ഞാൻ കടന്നു പോകുമ്പോൾ എന്റെ പിൻഭാഗം മാത്രം കാണുക. Many people came, were saying little things, but the fullness of God no one had seen. അനേക ദൈവത്തെക്കുറിച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു, എന്നാൽ ആരും ദൈവത്തെ പൂർണ്ണമായും കണ്ടിരുന്നില്ല. Jesus came. യേശു വന്നപ്പോൾ Jesus came. യേശു The വന്നപ്പോൾ Bible says, വേദപുസ്തകം പറയുന്നു, Jesus said like this, യേശു ഇപ്രകാരം those പറഞ്ഞു, who have seen me, എന്നെ കണ്ടവൻ he has seen the Father. താൻ പിതാവിനെ God കണ്ടിരിക്കുന്നു. is love. ദൈവം സ്നേഹമാകുന്നു. Hallelujah. Hallelujah. He went to everybody. താൻ എല്ലാവരുടെയും അടുക്കൽ ചെന്ന് He healed everybody. താൻ സകലരെയും He took സൗഖ്യമാക്കി, care of everyone. സകലരെയും സംരക്ഷിച്ചു. Every sadness was his sadness. എല്ലാവരുടെയും ദുഃഖം തന്റെ ദുഃഖമായി When he എടുത്തു. saw people cry, he was moved with compassion. അനേകർ കരയുന്ന കണ്ടപ്പോൾ തന്റെ ഹൃദയം ചലിച്ചു. The moment everyone came to him, he would surely say, this is the work of the Father. യേശുവിന്റെ അടുക്കൽ കടന്നു വന്ന ഓരോരുത്തരെ കുറിച്ച് താൻ പറഞ്ഞു, നിങ്ങൾ ദൈവത്തിന്റെ Oh, കൈപ്പണിയത്രേ. Jesus said like this, യേശു ഇപ്രകാരം പറഞ്ഞു, Son of Man has not come to destroy, ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് നശിപ്പിക്കുവാനല്ല, but he has come to seek and save the lost. താൻ വന്നതോ തിരഞ്ഞു രക്ഷിപ്പാനത്രേ. Hallelujah. ഹല്ലേലൂയ. Disciple one day said, bring fire from heaven and let us destroy Samaria. ഒരിക്കൽ ശിഷ്യന്മാർ പറഞ്ഞു, ഈ ശമര്യ ദേശത്തെ ആകാശത്തും തീയിറക്കി നശിപ്പിച്ചു Oh, കളയാം. Jesus looked at John and said, യേശു യോഹന്നാനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, hey John, this is the devil speaking in my language. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ, യോഹന്നാനെ, ഇത് ദുരാത്മാവാണ് സംസാരിക്കുന്നത്. Because God does not send fire and destroy the people. I have come to seek and save the lost. ദൈവം ഒരിക്കലും മനുഷ്യവർഗത്തെ തീയച്ച് നശിപ്പിക്കുന്നവനല്ല, തന്റെ പുത്രനെ അയച്ച് തിരഞ്ഞു രക്ഷിക്കുന്നവനത്രേ. In between there were many people who were talking about God. അതിനിടയിൽ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അനേകം വന്നു. But Jesus came എന്നാൽ യേശു and വന്നപ്പോൾ told humanity. താൻ മനുഷ്യവർഗത്തോട് പറഞ്ഞു, The Bible said ഇപ്രകാരം he വേദപുസ്തകം പറയുന്നു, displayed to man that God was love. താൻ ലോകത്തോട് തെളിയിച്ചു കാണിച്ചു, ദൈവം സ്നേഹമാകുന്നു. You don't have to worry. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. God loves you. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. God cares for you. ദൈവം നിങ്ങൾക്കായി കരുതുന്നു. The sin had to be punished. പാപത്തിന് ശിക്ഷ വരേണ്ടത് ആവശ്യമാണ്. All sin had to be punished. സകല പാപത്തിനും ശിക്ഷ വരേണ്ടത് God ആവശ്യമാണ്. said, I will tear who sin. ദൈവം പറയുന്നു, പാപം ചെയ്തവനെ കീറിക്കളയും. Hallelujah. ഹല്ലേലൂയ. God was going to tear the sin. ദൈവം പാപത്തെ കീറിക്കളയുവാൻ പോകുകയാണ്. But Son of God came in between. എന്നാൽ ദൈവപുത്രൻ അതിന്റെ മധ്യത്തിലേക്ക് He കടന്നു was വന്നു. torn for you and me. അവൻ എനിക്കും നിങ്ങൾക്കുമായി കീറപ്പെട്ടു. He was representing whole humanity. അവൻ സകല മാനവജാതിയുടെയും പ്രതിനിധിയായി. He was God, a part of God, but he became man so that man can know that God is approachable, that God will become compassionate towards him. അവൻ ദൈവത്തിലുള്ളവനായിരുന്നു, ദൈവത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ അവൻ തന്നെ മനുഷ്യനായി തീർന്ന് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുത്തു, ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ മനുഷ്യന് സാധിക്കുമെന്ന്. All the differences were taken away. ആ വേർപാടിനെ താൻ മാറ്റിക്കളഞ്ഞു. The Bible says വേദപുസ്തകം in പറയുന്നു, Colossians 2:14, കൊലോസ്യ ലേഖനം all 2:14, the handwritten law that was against and contrary to him was taken away and nailed on the cross. താൻ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തിനെ മായ്ച്ചു കളഞ്ഞ് ക്രൂശിന്മേൽ തറച്ചു കളഞ്ഞു. Number 2, രണ്ടാമതായി, the devil, the accuser, നമുക്ക് എതിരെ കുറ്റം വിധിക്കുന്ന ആ he used ദൂഷകൻ, to accuse people of sin. അവൻ ജനങ്ങളെ പാപമുഖാന്തരം കുറ്റം വിധിച്ചു. You are a sinner, നീ ഒരു you are പാപിയാകുന്നു, a criminal, നീ ഒരു you കുറ്റവാളിയാകുന്നു, are this and that. നീ അതും ഇതുമാകുന്നു. Everyone was destroyed. സകലരും തകർക്കപ്പെട്ടിരുന്നു. And the Bible says വേദപുസ്തകം പറയുന്നു, Jesus became the mediator between God and man. ദൈവത്തിന്റെ മനുഷ്യന്റെ മധ്യത്തിൽ താൻ മധ്യസ്ഥനായി തീർന്നു.
Hallelujah. ഹല്ലേലൂയ. No more misunderstanding. ഇനി ദൈവമായിട്ട് യാതൊരു വേർപാടുമില്ല. Anyone ആർക്കെങ്കിലും ഏതവനെങ്കിലും through Jesus യേശുവിലൂടെ can come to the Father. പിതാവിന്റെ അടുക്കിലേക്ക് വരുവാൻ No one സാധിക്കും. need to give money. ഇനി പണം കൊടുക്കേണ്ട ആവശ്യമില്ല. No need of sacrifice. യാതൊരു യാഗത്തിന്റെയും Once ആവശ്യമില്ല. for all. ഒരിക്കലായി Jesus എന്നേക്കുമായി became the sacrifice. യേശു യാഗമായി തീർന്നു. Hallelujah. ഹല്ലേലൂയ. 1 Timothy 2:5. 1 തിമോത്തിയോസ് 2:5 വേദപുസ്തകം There പറയുന്നു, is one mediator between man and God. ഒരേ ഒരു മധ്യസ്ഥൻ മാത്രം ദൈവത്തിന്റെ മനുഷ്യന്റെ Son മധ്യത്തിൽ, Jesus Christ. പുത്രനായ യേശുക്രിസ്തു തന്നെ. Son Jesus Christ. പുത്രനായ യേശുക്രിസ്തു തന്നെ. Today, ഇന്ന് when you say Jesus, യേശുവേ എന്ന് നിങ്ങൾ വിളിക്കുമ്പോൾ God is pleased with you. ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നു. God gives His blessing to you. ദൈവം നിങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയുകയാണ്. The glory of God comes upon you. ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ മേൽ വരികയാണ്. Hallelujah. ഹല്ലേലൂയ. What did Jesus do? യേശു എന്താണ് ചെയ്തത്? He qualified you. അവൻ നമ്മെ യോഗ്യരാക്കി തീർത്തു. Qualified you. അവൻ നമ്മെ യോഗ്യരാക്കി തീർത്തു. Stand before the Father പിതാവിന്റെ മുമ്പിൽ നിൽക്കുവാൻ without inferiority. യാതൊരു അപകർഷതാ ബോധവുമില്ലാതെ, Without any guilt. യാതൊരു പാപബോധവുമില്ലാതെ. That is why the Bible says, അതുകൊണ്ടാണ് വേദപുസ്തകം come പറയുന്നത്, boldly to the throne of grace. കൃപാസിംഹാസന അരികിലേക്ക് ധൈര്യത്തോടെ കടന്നു Because വരൂ. you are now qualified for that position. ആ സ്ഥാനത്തിനായി നിങ്ങൾ ഇപ്പോൾ യോഗ്യതയുള്ളവരായി തീർന്നിരിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Bible says വേദപുസ്തകം in പറയുന്നു, Hebrews 2:17, എബ്രായ ലേഖനം 2:17 Jesus became the high priest, യേശു that മഹാപുരോഹിതനായി he തീർന്നു. become faithful in the work for the proposition of the sin, അവൻ പാപത്തിന്റെ പരിഹാരത്തിനായുള്ള പ്രവർത്തികൾക്കായി താൻ യോഗ്യതയുള്ളവനായി that തീർന്നു. he becoming man, he experienced everything that man would experience. ഒരു മനുഷ്യൻ കടന്നു പോകുന്ന സകല സാഹചര്യങ്ങളുടെയും യേശു കടന്നുപോയി അതിനെ മനസ്സിലാക്കി. Whatever problem that you are facing and going to face, Jesus already faced as a human being. നിങ്ങൾ കഴിഞ്ഞ ജീവിതത്തിൽ അനുഭവിച്ച സകലതും ഇനി അനുഭവിക്കാൻ പോകുന്നതും യേശു ഒരു മനുഷ്യനായി താൻ അതിനെ അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. That is why the Bible says he is a very faithful high priest, that he became man and he was tested by every mean. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, അവൻ വിശ്വസ്ത മഹാപുരോഹിതനായി തീർന്ന്, അവൻ മനുഷ്യനായി തീർന്ന് മനുഷ്യന്റെ സകല ബലഹീനതകളെയും താൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. You don't have to join a religion. നിങ്ങൾ ഒരു മതത്തിൽ ചേരേണ്ട ആവശ്യമില്ല. You have to do not join any religion. ഒരു മതത്തിന്റെ ഭാഗമാകേണ്ട ആവശ്യമില്ല. Just calling at the name of Jesus, you are accepted, you are qualified by the Father in heaven. നിങ്ങൾ യേശുവിന്റെ നാമത്തെ വിളിക്കുമ്പോൾ ദൈവത്തിന് മുമ്പാകെ നിങ്ങൾ യോഗ്യതയുള്ളവരായി തീർന്നിരിക്കുകയാണ്. You don't have to go to any holy place in this earth. ഈ ഭൂമിയിലെ ഒരു തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല. Even in your house, when you say Jesus, നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുമ്പോൾ that very moment Jesus will come to you. ആ നിമിഷം തന്നെ യേശു I നിങ്ങളുടെ have അടുക്കൽ heard വരും. many people say, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അനേകർ, come and I will bless you. വരിക 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 ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. But I have heard only one say, എന്നാൽ ഒരുവൻ പറയുന്നത് ഞാൻ കേട്ടു, call upon my name and I will come to you. എന്റെ നാമത്തെ വിളിക്കുക ഞാൻ നിങ്ങളുടെ അടുക്കൽ വരാം. Hallelujah. ഹല്ലേലൂയ. That is Jesus. അതാകുന്നു That യേശു. is the Son of God. അതാകുന്നു ദൈവത്തിന്റെ പുത്രൻ. ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ രാജ്യത്തിലായി കഴിഞ്ഞു. വാസ്തവത്തിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതോടെ ശാരീരികമായി നമ്മൾ ഇരുന്ന സ്ഥലത്ത് ഇരുന്ന നാട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടെ പറയുന്ന എല്ലാം ആത്മമണ്ഡലത്തിൽ, കാണാൻ മേലാത്ത മണ്ഡലത്തിൽ നമ്മുടെ സ്പിരിറ്റ് ഒരു ജയകരമായ സ്ഥാനത്തെത്തിക്കഴിഞ്ഞു. ഇതൊരു മതം മാറ്റമോ ക്രിസ്തു മതത്തിലേക്ക് വന്നാൽ ഇത് സംഭവിക്കില്ല. ഇപ്പോൾ സ്വർഗീയവരെന്ന് പറഞ്ഞ ഒരു കൂട്ടത്തിൽ വന്നാൽ ഇത് സംഭവിക്കില്ല. യേശു ക്രിസ്തു മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ ക്രിസ്തു, കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് വരണമെന്ന് പറയുന്ന നിമിഷം ഒരു വലിയ അത്ഭുതമാണ് നടക്കുന്നത്. നമ്മുടെ സ്പിരിറ്റാണ് ട്രാൻസ്ലേറ്റഡ് ആകുക. നമ്മൾ ആത്മാവിൽ ഒരു പുതിയ വ്യക്തിയാകുക. അതുവരെ തളർന്നും തകർന്നു വരുന്ന വ്യക്തി, സാഹചര്യങ്ങളൊന്നും മാറിയിട്ടില്ലായിരിക്കും. മുൻപ് സാഹചര്യം നമ്മെ കീഴ്പ്പെടുത്തിയെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പറയുമ്പോൾ സാഹചര്യങ്ങൾ കീഴ്പ്പെടും. ഇത് ഒരു കുറേ തത്വങ്ങൾ ഞാൻ പറയില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതാണ്. ക്രിസ്തുവിൽ വരുന്ന സമയത്ത് ഇരുളടഞ്ഞ ഒരു ജീവിതമായിരുന്നു വ്യക്തിപരമായ എൻ്റേത്. വിദ്യാഭ്യാസമെല്ലാം തകർന്ന് എന്താ ഭാവിയിലെന്നറിയാത്തൊരു സ്ഥിതി. അപ്പോൾ തന്നെ എൻ്റെ ഭവനം രോഗങ്ങളെ കൊണ്ട്, ശാപങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒന്നായിരുന്നു. എന്നെ നേരിട്ടറിയാവുന്ന എല്ലാവർക്കും, എൻ്റെ ദേശവാസികൾ ഇത് കേൾക്കുന്നുണ്ട്, അവർക്കും അറിയാവുന്നൊരു സത്യമാണ്. എന്നാൽ ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ, ഒരു ദൈവദാസനിലൂടെ ആ വചനം കേട്ട് ക്രിസ്തു ഉള്ളിൽ വന്നപ്പോൾ, വാസ്തവത്തിൽ നമ്മളിന്ന് കേട്ട വചനം പോലെ
ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടെന്ന് നമുക്കറിയാം. സാഹചര്യം എല്ലാം അങ്ങനെ തന്നെ, ഒന്നും മാറിയിട്ടില്ല. ഉള്ളിൽ അതാണ് അവൻ നിങ്ങളെ ഉയർപ്പിച്ച് ക്രിസ്തുവിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ഞാൻ പറയട്ടെ, ഒരു മതം മാറ്റമല്ല ഞാൻ പറയുന്നത്. ജസ്റ്റ് റിസീവ് ജീസസ്. യേശുവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. നിങ്ങൾ ഒരു വ്യക്തി ക്രിസ്തുവിലായാൽ നിങ്ങളായിരിക്കുന്ന സാഹചര്യം മുഴുവൻ മാറും. നമുക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഔട്ട്ലുക്ക് മാറും, മരണഭയം മാറും, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം മാറും. നമുക്ക് ഇങ്ങോട്ട് ചെയ്യുന്നവരുടെ കയ്പും പകയും വിദ്വേഷവുമായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തുവിൽ അവരെ കാണാൻ കൃപ ലഭിക്കും. അതാ സൗഭാഗ്യ ജീവിതം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ ആത്മീയ മാറ്റം മാത്രമല്ല, യേശുവിൻ്റെ നാമത്തിൽ ശാരീരിക വിടുതലുണ്ട്, രോഗസൗഖ്യമുണ്ട്, അത്ഭുതങ്ങൾ നടക്കും, പ്രതിസന്ധികൾ വഴിമാറും. ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. അത്ഭുതമെന്നൊന്നില്ലെങ്കിൽ ഈ ബൈബിള് തന്നെ ഇല്ലാതാക്കുകയാണ് നല്ലത്. ഇത് അത്ഭുതങ്ങൾ മാത്രം എഴുതിയിരിക്കുന്നു. കന്യകയിൽ ജനിച്ചവൻ, മരണത്തെ ജയിച്ചുയർത്തവൻ ഇപ്പോൾ തന്നെ അത്ഭുത വിടുതൽ തരാൻ പോവുക. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും യേശുവേ എൻ്റെ ഉള്ളിലേക്ക് വരണമേ എന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആ അത്ഭുതം അവരുടെ ആത്മമണ്ഡലത്തിൽ നടക്കുന്നതിനായി സ്തോത്രം. പ്രതിസന്ധികളായിരുന്നവർ, ഇരുട്ടിലായിരുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു ജയകരമായ സ്ഥിതിയിലേക്ക്, കരഞ്ഞും നിരാശപ്പെട്ടും ഭാരപ്പെട്ടും ഇരുന്നവർ ജയമെന്ന് ആർപ്പ് വിളിക്കുന്ന നിലയിലേക്ക് കർത്താവരെ മാറ്റിയതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ശാരീരിക അസ്വസ്ഥതകളാൽ എന്നെ കേൾക്കുന്നവരുണ്ട്. കർത്താവിൻ്റെ അത്ഭുതകരം അവരുടെ മേൽ നീട്ടണം. രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഭാരങ്ങൾ മാറട്ടെ, സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പുതുവഴികൾ കർത്താവ് ഈ നിമിഷം തുറക്കണമേ. ഈ ദിവസം അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിവസമായിരിക്കട്ടെ. എന്നെ കേൾക്കുന്നവരുടെ കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രവർത്തന മണ്ഡലം എവിടെ ആയിരുന്നാലും കർത്താവ് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം, ഒരു പുതിയ അനുഭവം അവർക്കുണ്ടാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ഏവരെയും അധിക നന്മകളാൽ നിറയ്ക്കട്ടെ. നിങ്ങളുടെ ഭവനം ക്രിസ്തുവിനോട് കൂടെ ഒരു സ്വർഗീയ ഭവനമാകട്ടെ. പപ്പായും മമ്മിയും മക്കളുമെല്ലാം അടങ്ങുന്ന ഒരു സ്വർഗമായി ക്രിസ്തുവിൽ ഈ ലോകത്ത് ഒരു സ്വർഗവും വരുവാനുള്ള നിത്യസ്വർഗവും നമുക്ക് അനുഭവിക്കാം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. തോമസ് ഊട്ടി ബ്രദർ UK-യിൽ ശുശ്രൂഷിക്കുന്നു. കേംബ്രിഡ്ജ്, ജൂൺ 5 വെള്ളി വൈകിട്ട് 6 മണിക്ക്. സ്റ്റെയിൻസ്, ജൂൺ 6 ശനി രാവിലെ 10-ന്. വെസ്റ്റ് ക്രോയ്ഡോൺ, ജൂൺ 6 ശനി വൈകിട്ട് 6 മണിക്ക്. ബർമിംഗ്ഹാം, ജൂൺ 7 ഞായർ രാവിലെ 10-നും ഉച്ചതിരിഞ്ഞ് 2-നും. ബോസ്റ്റൺ, ജൂൺ 7 ഞായർ വൈകിട്ട് 5 മണിക്ക്. ബെൽഫാസ്റ്റ്, ജൂൺ 12 വെള്ളി വൈകിട്ട് 6-ന്. മദർവെൽ, ഗ്ലാസ്ഗോ, ജൂൺ 14 ഞായർ. प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों